പി സരിൻ ചേരുന്നു, CPM നേതാവ്. ശ്രീ സരിൻ, നേരത്തെ ചെയ്യേണ്ട വിഷയമായിരുന്നു എന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. കാരണം അത്രയധികം ആരോപണങ്ങൾ കേട്ടു നിൽക്കുന്നു, പാർട്ടി ഇതെല്ലാം സഹിക്കുന്നു, പാർട്ടി ഇതിലൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം നിർത്തിയിരിക്കുന്നു, ACC തീരുമാനമെടുക്കുന്നു, രാജിവെക്കാൻ ഒരു അവസരം കൂടി അവസാനം നൽകിയിരിക്കുന്നു. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ വിഷയത്തില് കോൺഗ്രസ് തുടരുന്ന മൗനം സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കാണിക്കുന്ന വലിയ ഒരു അപഹാസ്യമായിട്ടുള്ള ഒരു സമീപനമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രജ്വൽ രേവണ്ണ എന്ന് പറഞ്ഞ സീരിയൽ സെക്ഷൽ ഒഫൻഡർ അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്രിഡേറ്റർ എന്ന് പറയുന്ന ഒരു കക്ഷിനെ കർണാടകയിലെ കോൺഗ്രസ് എന്തോ വലിയ കാര്യത്തിൽ അങ്ങ് കൂട്ടി എന്നാണല്ലോ പറയുന്നുണ്ടായിരുന്നത്. അത് JDS എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കൂടിയായതുകൊണ്ട് അവരതിനെ ആഘോഷിച്ചു. അവിടെ അദ്ദേഹം ചെയ്ത ക്രൈം, അദ്ദേഹം അത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതും ആയിരക്കണക്കിന് പെൺകുട്ടികളാണ് അന്ന് ഇതിനിരയായത് എന്നും അത് വർഷങ്ങളോളം നീണ്ടു നിന്നു എന്നും പറയുന്നതിന്റെ സമാന സ്വഭാവം കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയാണ് ഈ യുവ MLA. ആ MLAയുടെ പേര് ഔദ്യോഗികമായി പരാതിയായി പോലീസിലോ പൊതുസമൂഹത്തിലോ കൃത്യമായി വരുന്നത് വരെ അത് പറയാതിരിക്കുക എന്നുള്ളത് എന്റെ രാഷ്ട്രീയ പ്രവർത്തകനിലെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ അതുപോലെ പാലിക്കുകയാണ്. ഈ പാർട്ടി കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് എന്തായാലും സ്വയം മനസ്സിലാക്കിയത് നന്നായി. കാരണം ഇന്നലെ ആ മാധ്യമപ്രവർത്തകർ പറഞ്ഞതിൽ പ്രസ്ഥാനം ആണെന്നും അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പാർട്ടി അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും തരം താഴും. അങ്ങനെ തരം താഴുന്നതിന് വേണ്ടി അതിൽ തന്നെയുള്ള കുറച്ച് ആളുകൾ ഈ പറയുന്ന കക്ഷിയെ എത്ര കാലം പിന്തുണച്ചിരുന്നു എന്ന് ആ പാർട്ടിക്കകത്ത് പലർക്കും അറിയാം. അങ്ങനെ പിന്തുണയ്ക്കേണ്ടി വരുന്നത് ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ സരിൻ, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ, അതായത് ഇപ്പൊ നമ്മൾ ഈ പാലക്കാട് ഇലക്ഷന് ശേഷമാണല്ലോ ഈ പരാതികൾ പുറത്തേക്ക് കേട്ടു തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി പറയാം. നിങ്ങളുടെ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് പറഞ്ഞു വെച്ചേക്കാം. പാലക്കാടിന്റെ മുൻ MLAക്കും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും കൂട്ടുത്തരവാദിത്തമുള്ള ക്രൈമാണിത്. അടിവരയിട്ട് ഞാൻ പറയുന്നു, പാലക്കാടിന്റെ മുൻ MLAക്കും പ്രതിപക്ഷ നേതാവിനും കൂട്ടുത്തരവാദിത്തമുള്ള ക്രൈമാണിതെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ വാക്കുകൾ അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തേണ്ടത്. കാരണം ഒരു ക്രൈം നടക്കുന്ന സമയത്ത് തെളിവ് നശിപ്പിക്കാനാകട്ടെ, അതിന് ഒത്താശ ചെയ്യാനാകട്ടെ, അത് ഒളിച്ചു വെക്കാനാകട്ടെ, ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നവർക്കും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം വകുപ്പുകളുണ്ട്. അത് ഭാരതീയ ന്യായ സംഹിതയാണെങ്കിലും പഴയ പീനൽ കോഡ് ആണെങ്കിലും CRPC ആണെങ്കിലും ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാമെന്നേ. ഇതൊക്കെ കൊണ്ടുവരും, കാലം ഇതൊക്കെ തെളിയിക്കും. ഇത് പറഞ്ഞ നേരത്തെ അവതാരിക ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം 3-4 വർഷങ്ങളായിട്ടെങ്കിലും ഉള്ള ഒരു ധാരണയാണല്ലോ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. 3-4 വർഷങ്ങളായിട്ടെങ്കിലുമുള്ള ഒരു അന്തപ്പുര രഹസ്യമാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഒരു പാർട്ടിയെ ഈ വിധത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും ഒന്നുമല്ല, പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഇത്രയും പരാതികൾ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരാൾ പോലും ആ പറയുന്ന ആളെ പിന്തുണച്ചു വരുന്നില്ല എന്നുള്ളത് എന്തോ വലിയ എന്താ പറയാ, പാർട്ടിയുടെ വലിയ ജനാധിപത്യ ബോധമോ പാർട്ടിയുടെ നേതാക്കള് പുറത്തു വരാത്തത് ഗതികേടാണ്. കൂട്ടുനിന്നവരും കൂടി ഇനി കുടുങ്ങും. അതും കൂടി രാഷ്ട്രീയ കേരളത്തിൽ നമ്മൾ ഇടതുപക്ഷം വളരെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരും. ഇതൊരാൾ ചെയ്തു, അയാളെ അങ്ങ് എന്താ പറയാ, അയാളെ മാത്രമായി ശിക്ഷിക്കാൻ എനിക്കതല്ല. അതായത് ഇന്നലെ റിനി പറയുന്നുണ്ടായിരുന്നു, അതായത് പരാതിപ്പെട്ടപ്പോൾ അത് അയാളുടെ കഴിവാണ്, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവാണ്. ഇതൊക്കെ ആരാണ് പറഞ്ഞത്? ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നു പറയാൻ ഞാൻ ഇന്നലെ ആ പരാതിക്കാരി അത് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞത് ആരാണ് അയാൾ എന്നുള്ള ചോദ്യത്തിനും ായി നമ്മൾ കാണേണ്ടത്. ആ കുട്ടി ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഇങ്ങനത്തെ എത്രയോ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഞാൻ അന്നും അപമാനിക്കലാണ് ശ്രീ സരിൻ. അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അപമാനിക്കലാണ്. കാരണം ഒരു പരാതി പറയാൻ ഒരു മാധ്യമങ്ങൾക്ക് ഇതിൽ കൈ എഴുതാൻ പറ്റില്ല. മാധ്യമങ്ങളെയും ഞാൻ ഇതിൽ കൂട്ടുപ്രതി എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ലെങ്കിലും ഒരാളെ വിലയിരുത്താൻ പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നതിന് മുന്നേ മാധ്യമങ്ങളെ അങ്ങനെ പറയാൻ സാധിക്കില്ല. മാധ്യമങ്ങളിൽ തന്നെയുള്ള പ്രവർത്തകരടക്കമുള്ളവർ പാലിച്ച നിശബ്ദത, മാധ്യമ പ്രവർത്തകർ പാലിച്ച നിശബ്ദതയും പൊതുസമൂഹം വിലയിരുത്തും. ഒരു സംശയവും വേണ്ട. ഞാൻ മീഡിയ വണ്ണൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിലൊരു പരാതിയോ ഒരു പരാതിയുമായിട്ടോ അല്ലെങ്കിൽ ഓപ്പണായി സംസാരിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കും. അത് വളരെ സ്വകാര്യമായി കൊണ്ടുനടക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുക? ആ കേസിൽ അവർക്ക് അവരുടെ സ്വകാര്യത പ്രധാനപ്പെട്ടതാണെങ്കിൽ എങ്ങനെ ഇടപെടും? ഞാൻ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായി മാത്രം സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ്.
അപ്പൊ നിങ്ങൾ ഈ സ്വകാര്യതയെ കൊണ്ടുവച്ച് ഇതിനെ ഞാൻ മീഡിയ ആണെന്ന് അതല്ല, കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഗ്രസിനെ പറയാം. അല്ലാതെ അതിൽ മാധ്യമപ്രവർത്തകർക്ക് യാതൊരു ഇടപെടലുമില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ആ വിഷയത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന, ഇല്ലെങ്കിൽ നടത്തപ്പെട്ടു എന്ന് ആരോപിക്കുന്ന, ഇല്ലെങ്കിൽ ഈ കേൾക്കുന്ന പരാതികൾ അനുസരിച്ച് മാധ്യമപ്രവർത്തകർ യാതൊരു തരത്തിൽ ഒരു മാധ്യമവും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല. എനിക്ക് പറയാനുള്ളത്, മണിക്കൂറുകൾ കാത്തിരിക്കൂ. ഏതൊക്കെ മാധ്യമ ഹൗസുകളാണ്, ഏതൊക്കെ മാധ്യമ പ്രവർത്തകരാണ് ചില കുൽസിത പ്രവർത്തികൾക്ക് കൂട്ടുനിന്നത് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടും. ഞാനത് മീഡിയ വൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ശരി, നന്ദി ശ്രീ പി സരീൻ. എന്തായാലും